ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഇതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാ യാത്ര എന്നല്ലേ വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ തിരൂർ മജസ്റ്റിക് ജ്വല്ലറിയിലെ എല്ലാ സ്റ്റാഫും അവരുടെ ഫാമിലിയും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു കുഞ്ഞ് യാത്രയാണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ തിരൂർ മജസ്റ്റിക് ജ്വല്ലറീൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളെത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഉമ്മി ഫാസാത്തി ഉപ്പി അങ്ങനെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടി നേരെ കൊണ്ടുപോയി പാർക്കൊക്കെ ചെയ്തു. നേരത്തെ നമ്മുടെ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഞങ്ങളാണെങ്കിലോ കുറച്ച് ലേറ്റായി പോയിട്ട് ഇറങ്ങാൻ, ബാക്കി എല്ലാവരും ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് നേരെ ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ചു. ബസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് അരുവിലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ, അല്ലേ, ഇരിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ഒരു സുഖമല്ലേ. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. അങ്ങനെ ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ അൽത്താഫാണ് കേട്ടോ നമ്മുടെ മജസ്റ്റിക് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കെയർ ഓഫിലാണ് നമുക്കും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും കൂടെ പറ്റിയത്. അങ്ങനെ തന്നെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്ര സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എല്ലാവരും ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. അവരാരുടെ സീറ്റ്സിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു ലൈറ്റൊക്കെ ഇട്ടു, ബസ്സിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ ഏകദേശം ഭയങ്കര ഒരു ഹരത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അവർ പാട്ടിട്ടപ്പോൾ പിന്നെ നമ്മുടെ മക്കളെ പിടിച്ചാലുണ്ടൊക്കെ കിട്ടുക. പിന്നെ അവർ തുടങ്ങിയില്ല അവരെ പാട്ടും കൂത്തും ഡാൻസും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ മക്കളായിരുന്നു കേട്ടോ ഇതേപോലെ ചാടിക്കളി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ട് പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ട സീറ്റിലൊക്കെ ഇരിക്കാൻ തോന്നുക. സത്യം പറഞ്ഞല്ലോ, നമ്മളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ലെവലായിരുന്നു ചാടിക്കളിയും. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് കൊളാക്കിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അങ്ങനെ എല്ലാവരും നല്ലോണം നമ്മുടെ ബസ്സിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പെരിന്തൽമണ്ണക്കാട്ടോ പോകുന്നത്. പെരിന്തൽമണ്ണയുള്ള ഏരാ പാർക്കിലാണ് പോകുന്നത്. അവിടുത്തെ റിസോർട്ടിലാണ് നമ്മൾ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതേ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഇതേ അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് പണി കിട്ടുമെന്നുള്ളത് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ഇതായി. പിന്നെ ഞങ്ങൾ നേരെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ താഴത്തത്. പക്ഷെ നമ്മൾ മോശമല്ലേ വണ്ടി കയറുന്നത്, എന്നാൽ പിന്നെ നടക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേ ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ഈ റിസോർട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിത് എല്ലാവരും നടന്നു. നടക്കാൻ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ മടിയായിട്ടോ. പിന്നെ അതാ നമ്മുടെ ലായിസ് മോനെ ആദ്യമൊക്കെ നടന്നെങ്കിലും പിന്നെ ആൾക്ക് നല്ലോണം മടിയായി. പിന്നെ ആസ്രാക്ക് എടുത്തതേ ലായിസിന് എടുത്തുകാണ്ട് ഓടിയിട്ടാ. കാരണം നിഷയ്ക്ക് എടുത്ത് നടക്കുക എന്നുള്ളത്, നിഷക്കാണെങ്കിലും നമുക്കാണെങ്കിലും എടുത്ത് നടക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ അതാ പിന്നെ കയറാൻ ഭയങ്കര മടിയായത് കൊണ്ട് തന്നെ സൈഡിൽ കൂടെ ചെറിയൊരു സ്റ്റെപ്പ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പിലൂടെ കയറാമെന്ന് കരുതി. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലെത്താൻ പറ്റും സ്റ്റെപ്പിൽ കയറുന്ന ടൈമിൽ. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി നേരെ സ്റ്റെപ്പിലോട്ട് കയറി മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ ഈ കാണുന്നതാണ് മക്കളെ നമ്മുടെ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് കേട്ടോ. രണ്ട് മലമ്പലാട്ടോ നിൽക്കുന്നത്. ഒരു മലമ്പൽ നമ്മുടെ ഈ റിസോർട്ടും, അപ്പുറത്തെ മലമ്പൽ ഇതേ നമ്മുടെ MES മെഡിക്കൽ കോളേജും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് എത്തിയപ്പോൾ ബസ്സിലുള്ളവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഒരു ഒറ്റ സ്റ്റെപ്പും കൂടെ കയറി പോകേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയൊക്കെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാനായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കഴിക്കരുത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിക്കത്തെ ഡിന്നർ വരെ അവിടെ ഉണ്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മളവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. കാരണം ആരും ഭക്ഷണം കഴിക്കാതെ വന്നതല്ലേ എല്ലാവരും. അങ്ങനെ ഓരോരുത്തർ ഇതേ അവിടെ ക്യൂ ഒക്കെ നിന്നു. നമ്മൾ ഫുഡൊക്കെ ഇതേ അവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ പിന്നെ നമ്മളിതേ ഓരോ ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വെള്ളയപ്പവും അതുപോലെ എന്താ പറയുക നൂലപ്പം ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. ഞാൻ വെള്ളപ്പം കഴിക്കാത്തതുകൊണ്ട് നൂലപ്പം പത്തിരിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി കോഫിയല്ല ചായ അങ്ങനെ എന്തൊന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ പോയി നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ഹോളിലേക്ക് പോകാൻ നിന്നു. പിന്നെ ഇതേ നമ്മൾ മക്കൾക്കൊന്നും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞു മക്കൾക്ക് കേട്ടോ. പിന്നെ ഈ കാണുന്നതായിട്ട് നമ്മുടെ MES മെഡിക്കൽ കോളേജ്. രണ്ട് ധ്രുവത്തിൽ അപ്പുറപ്പുറമായിട്ട് നിൽക്കുന്നത് രണ്ട് മലമ്പലായിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടികളൊക്കെ അതുപോലെ ചൂടുവെള്ളം പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം ഹാളിലേക്ക് പോയിട്ടാണ്. പിന്നെ നമ്മളടുത്തുമ്പോഴേക്കത് ഉമ്മയും ഉപ്പയും ഫാസിയാത്തി അളിയനും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ അവസരത്തിൽ മജസ്റ്റിക് ജ്വല്ലറിയുടെ ഗോൾഡൻ ഗ്യാതറിംഗിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിക്കൂടിയിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആദ്യമായി നന്ദി കടപ്പാടും അറിയിക്കുന്നു, സ്നേഹ ആദരം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മജസ്റ്റിക് ജ്വല്ലറിയുടെ ഗോൾഡൻ ഗ്യാതറിംഗിൻ്റെ ഭാഗമായി ഈ ജ്വല്ലറിയിൽ വളരെ ആത്മാർത്ഥമായി
ഫാമിലിയും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് മെജസ്റ്റിക് ജ്വല്ലറിയിൽ സ്റ്റാഫ് അംഗങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ 1970 ബഹുമാന്യനായ കോവിൽ കോമക്കുട്ടി ഹാജി വേങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് മെജസ്റ്റിക് ജ്വല്ലറിയുടെ സേവകനും ചെയർമാനുമായി 1989 തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അഭിമാനത്തിൻ്റെ 30 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ ആദരിക്കുന്നതിന് വേണ്ടി, ഈ സ്റ്റാഫ് അംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി അവരുടെ ഫാമിലിയുമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നിറഞ്ഞൊരു കയ്യടി ആദ്യം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്. ഈ സന്തോഷവേളയിൽ നിങ്ങൾ എല്ലാവരുടെയും ഒരു സ്നേഹ ഗ്ലാപ്പ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഒരു ജ്വല്ലറി, ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നെടും തൂണെന്ന് പറയുന്നത് അതിൻ്റെ അമരത്ത് നിൽക്കുന്ന മാനേജേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള സ്റ്റാഫ് ആ ഒരു സ്ഥാപനം എത്രത്തോളം കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അവരുടെ എല്ലാ ആത്മാർത്ഥതയും അവിടെ പ്രവർത്തിപ്പിച്ച് ഇത്രയും വർഷത്തിനുള്ളിൽ ഈ ജ്വല്ലറിക്ക് നേടിക്കൊടുത്ത ഒരുപാട് സേവനങ്ങളുണ്ടാവും. അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ ജ്വല്ലറിയിൽ വേണ്ടി പ്രവർത്തനം ആരംഭിച്ച് അവർക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കി ആ ഒരു സ്ഥാപനത്തെ ഇത്രയും 36 വർഷം ഒരു പോറലുമില്ലാതെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള മാനേജേഴ്സ്, തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇതിലേക്ക് സ്പീച്ച് ചെയ്യാൻ നമ്മൾ വിളിക്കുന്നത് പ്രിയപ്പെട്ട മെജസ്റ്റിക് ഗോൾഡൻ ജ്വല്ലറിയുടെ മാനേജർ മിസ്റ്റർ റഹീം വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യും. പ്ലീസ് വെൽക്കം സർ റഹീം. അസ്സലാമു നമസ്കാരം. നമ്മുടെ മെജസ്റ്റിക് ഗോൾഡൻ ഗാദറിംഗ് എന്ന ഈ മഹാപരിപാടിയിലേക്ക് വന്ന മെജസ്റ്റിക് മാനേജ്മെൻറ്റ് ഫാമിലി, എൻ്റെ സ്നേഹിതരായ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, ഒരുപാട് സ്നേഹമുണ്ട് ഈ വേദിയിൽ കാണുന്നത്. കാരണം നമ്മുടെ ഈ മെജസ്റ്റിക്കിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഓരോ വർഷത്തിൽ ടൂർ പോകാറാണ് പതിവ്. എല്ലാ വർഷവും നമ്മൾ ഓരോ വാർത്തയ്ക്ക് ടൂർ പോകാറാണ് പതിവ്. ഈ പ്രാവശ്യം ഇതിനു മുമ്പ് ഒരുപാട് ആലോചിച്ചാണ് ഇതേപോലത്തെ ഒരു ഫാമിലി മീറ്റ്, പക്ഷേ ഇതുവരെ സാധിച്ചില്ലായിരുന്നു ഓരോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ഫാമിലി മീറ്റാണ്. വളരെയധികം മനസ്സിന് സന്തോഷം. നമ്മളെല്ലാ ഫാമിലിയും, നമ്മൾ ഉപ്പമാരും പെങ്ങന്മാർ, ഭാര്യമാർ, കുട്ടികൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നുള്ള നല്ലൊരു സദസ്സ് കാണുന്നതിന് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ മെജസ്റ്റിക് എന്ന സ്ഥാപനം നമ്മുടെ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 55 വർഷത്തോളമായി മെജസ്റ്റിക് എന്ന സ്ഥാപനം വേങ്ങരയിൽ ഉദയം കൊണ്ടിട്ട് അതിനുശേഷം തിരൂരിലേക്ക് വന്നിട്ട് ഏകദേശം 36 വർഷത്തോളമായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 36 വർഷമായിട്ടുണ്ടാവും. നമ്മൾ വന്ന സമയത്ത്, മെജസ്റ്റിക് തിരൂരിൽ വന്ന സമയത്ത് ഒരു ഷട്ടറിട്ട റൂമിലായിരുന്നു തുടക്കം. നമ്മുടെ തുടക്കം ഒരു ഷട്ടറിട്ട റൂമിലായിരുന്നു. പിന്നീട് അത് 2 ഷട്ടറിട്ട റൂമിലേക്ക്, എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ബാങ്കിന്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറി. അതിനുശേഷം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം എന്ന് AKGSMA, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന് അവാർഡ് നൽകിയ ഒരു ഷോപ്പാണ് മെജസ്റ്റിക് ജ്വല്ലറി. ആ മെജസ്റ്റിക് ജ്വല്ലറി തിരൂരിൽ ഇന്നും കിടാപിടക്കായിട്ട് വളരെ പ്രകാശത്തോടെ ഒരുപാട് ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ മെജസ്റ്റിക് ജ്വല്ലറി. ആ ഒരു ജ്വല്ലറിയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ആ ചെറിയ ഷോറൂം മുതൽ പിന്നെ ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു വിശ്വസ്തത എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ മെജസ്റ്റിക് ജ്വല്ലറിയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് അതെന്ന് വെച്ചാൽ നമ്മുടെ മാനേജ്മെന്റ് ഓണർമാർ അവർക്ക് ഒരു കോൾ വരും. ഇപ്പം ആരെയായിരിക്കും, കാരണക്കാരനായിരിക്കും, എന്റെ മക്കളാണ് പറഞ്ഞയച്ചില്ല, അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്ന അത്രയും വിശ്വാസമായിരുന്നു നമ്മുടെ മെജസ്റ്റിക് ഇന്നും കെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, നമ്മൾ ഈ തുടക്കകാലത്ത് മെജസ്റ്റിക് എന്ന സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഈ 916 HUD ഹോൾമാർക്ക് ആഭരണങ്ങളൊന്നും അല്ലാത്ത സമയമാണ്. ആ കാലഘട്ടത്തിൽ തിരൂരിലെ മറ്റ് കടകളിൽ നമ്മൾ ഗോൾഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വിൽക്കാനോ യാദൃശ്ചികമായിട്ട് വിൽക്കാനോ മാറ്റിയെടുക്കാനോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കടക്കാർ പറയുമായിരുന്നു, മെജസ്റ്റിക് അല്ലേ, ഓക്കെ, ഞങ്ങൾ കൂടുതൽ പൈസ തരാം, മാറ്റിയെടുക്കുമ്പോൾ കൂടുതൽ അതിന് വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ള കടക്കാർ വരെ നമ്മളെ മെജസ്റ്റിക്കിനെ നമ്മൾ വളരെ വിശ്വസ്ത, അതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇന്നും നമ്മൾ ആ സുതാര്യത നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ അംഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഞാനിവിടെ ഒരുപാട് സംസാരിച്ചാണ്. നമ്മൾ തുടക്കം നമ്മൾ 10 മണിക്കായിരുന്നു ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 11 മണിയായി. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന സമയം കഴിഞ്ഞില്ല. ഏതായാലും ഈ നല്ലൊരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. പങ്കെടുക്കാൻ വന്ന നമ്മുടെ മെജസ്റ്റിക്കിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. താങ്ക് യു റഹീം സർ. വളരെ സന്തോഷം. ഇനി കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മൾ സ്റ്റാഫ് അംഗങ്ങൾക്കും മാനേജ്മെൻറ്റൊക്കെ സംയുക്തമായി ഓരോ വർഷവും ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുടുംബമേള എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായി. ഇവിടെ എന്നെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ നിങ്ങളുടെ മുഖത്തുള്ള നിറഞ്ഞ സന്തോഷവും
ഈ കുട്ടികളുടെ പുഞ്ചിരിയും കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഞങ്ങളുടെ ആ പ്രോഗ്രാം, നമ്മുടെ ഈ പരിപാടി എല്ലാം കൊണ്ടും വളരെ വിജയിച്ചിരിക്കുന്നു, നമ്മുടെ പ്ലാൻ തെറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മെജസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്നത് മെജസ്റ്റിക് ജ്വല്ലേഴ്സിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറേയൊക്കെ അറിയുന്നവരാണ് നിങ്ങൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1970 വേങ്ങരയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ജനാബ് പൂവിൽ കോമക്കുട്ടി ഹാജി എന്ന് പറയുന്നവരാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ സ്ഥാപകനും ഇന്നും അതിൻ്റെ ചെയർമാനും ഞങ്ങൾക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ശാരീരികമായി സുഖമില്ലെങ്കിലും കുറഞ്ഞ സമയമെങ്കിലും ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. കഴിഞ്ഞ 1990 തിരൂരിൽ നമ്മൾ മെജസ്റ്റിക് ജ്വല്ലേഴ്സിന് തുടക്കം കുറിച്ചത്. മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ നഗരമായ തിരൂർ പട്ടണത്തിൽ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും തിരൂരിൻ്റെ വ്യാപാര വളർച്ചക്കൊപ്പം വളരുവാനും സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ആളുകളുടെ വിശ്വാസം ആർജിക്കുവാനും നമുക്ക് ഇതിനകം സാധിച്ചു. ഇന്നും ആ വിശ്വാസത്തോടും നല്ല സൽപ്പേരോട് കൂടി തന്നെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മളെപ്പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് ബ്രാഞ്ചുകളുമായി കൂടുതൽ എണ്ണങ്ങൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥാപനം അത് നല്ല നിലയിൽ മുന്നോട്ട് നോക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരുമാനം തെറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല നിലയിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ലൊരു ഷോറൂം എന്ന നിലയിൽ ഉയരാനും വളരാനും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ താങ്ക് യു. ഔപചാരികമായ ഉദ്ഘാടനം അഹമ്മദ് പൂവിൽ സാർ ഇവിടെ നിർവഹിച്ചു. അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് അബ്ദുൽ ലത്തീഫ് സാറാണ്. വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. 1970 ഞങ്ങളുടെ പിതാവ് പ്രയാണം തുടർന്ന ഈ മെജസ്റ്റിക് ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ കുടുംബമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ പിതാവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് പകർന്നു തന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുമാണ് ഇത്രകാലം പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെയും ഈ ഇപ്പോഴെത്തി നിൽക്കുന്ന രംഗത്തിൻ്റെയും പ്രധാന കാരണമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നും ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിതാവിൻ്റെ പാതയിൽ പരമാവധി മൂല്യാധിഷ്ഠിതമായി തന്നെ ഒരു വ്യാപാര രംഗത്തെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾ, കഴിഞ്ഞുപോയ ഇപ്പോൾ നിലവിലില്ലാത്ത സ്റ്റാഫ് അംഗങ്ങളെ കൂടി ഞാൻ ഈ അവസരത്തിൽ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന സ്റ്റാഫ് അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവർക്ക് ഊർജം നൽകിയ കുടുംബങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കേവർക്കും നമസ്കാരം. ഹലോ, താങ്ക് യു സർ. ഔപചാരികമായിട്ടുള്ള ഇനാഗ്രേഷൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട ഇജാസുൽ ഹക്കിനെയാണ്. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സാറിന് വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഗൈഡ് കൊടുത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഇജാസുൽ ഹക്ക്. സദസ്സിലിരിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അസ്സലാമു അലൈക്കും. നമ്മൾക്ക് സ്നേഹത്തോടെ ചാപ്പാൻ വിളിക്കുന്ന ഞങ്ങളുടെ ഒരു അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് വിജയത്തിൻ്റെ പരമോന്നതിയിലെത്തി നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ ആഹ്ലാദത്തിൽ പ്രയത്നിക്കുന്ന നമ്മുടെ ഓരോ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുകൂടിയ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ്. ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ഒത്തുകൂടി എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് ജോലി ചെയ്തും തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ ഈ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് ഇതിലെ ഓരോ അംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പരിപൂർണ്ണ സ്നേഹവും പിന്തുണയും ഇതിൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. തുടർന്നും ഒരു കുടുംബമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ പേരിലും മെജസ്റ്റിക്കിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. വേദിയിലേക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഹാദിയെ നമുക്ക് വേദിയിലേക്ക് നല്ലൊരു കൈ കൊടുത്ത് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഹാദി. പ്രിയ കുടുംബാംഗങ്ങളെ അസ്സലാമു അലൈക്കും. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പ്ലാനിങ് തുടങ്ങി ഇതൊക്കെ വന്നിരുന്നു. പക്ഷേ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ വേറെ കാലത്തൊരു ആഗ്രഹമാണ് ഇന്ന് സഫലമാകുന്നത്.
കഴിഞ്ഞ 55 വർഷങ്ങളായിട്ട് നമ്മൾ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നല്ല ഒരു കാൽവെപ്പ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ഇന്ന് ഇവിടെ എത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. കാരണം നമ്മളെ ഓരോ സ്റ്റാഫ് അംഗങ്ങൾക്കും അവരുടെ ഒരു ബലം കുടുംബം തന്നെയാണ്, ആരുടെയും ബലം കുടുംബം തന്നെയാണ്. ആ കുടുംബത്തെ ഒന്നിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കൂടുതൽ വാക്കുകൾ വലിച്ചു നീട്ടുന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. ഇനി നമ്മുടെ മെജസ്റ്റിക് ഗോൾഡൻ ജ്വല്ലറിയുടെ ഭാഗമായി നമ്മുടെ ഫാമിലി മീറ്റിംഗിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാറിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു മെസ്സേജ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാർ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുത്ത് നമ്മുടെ ഇലക്ഷണം സ്വീകരിച്ച് കൊടുത്തിയ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്ലീസ് വെൽക്കം സാർ അഷ്റഫ് സാർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അംഗങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ ലോകത്തിലെ ഏകദേശം 30 ദശലക്ഷം തരം ജന്തുക്കളുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിലത്തെ ഒരു തരമാണ് മനുഷ്യൻ. ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിറം മാറി സ്ത്രീ തിരക്കിന് ആസ്പത്രി കൊണ്ട് തിരക്കിന് ചുവത്താൽ കാണും. ഭർത്താവ് കണ്ട ഭയങ്കര ചീത്ത പറ മാത്രമല്ല, സർവന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താവ് ഭാര്യ ചീത്ത പറയുന്നത്. അപ്പോൾ ഭാര്യ ദേഷ്യം പിടിച്ചു, അത് ഭർത്താവ് പറഞ്ഞു. സുഖം പറഞ്ഞാൽ രണ്ടാളും അങ്ങോട്ട് അടിച്ചു. ഭർത്താവ് രാത്രി തന്നെ, അവിടുത്തെ പകൽ സമയം, ഇവിടെ രാത്രിയാണ്, അമേരിക്കയിൽ 10 മണിക്കൂർ വ്യത്യാസമാവും. ഈ ഭാര്യ കാല് പിടിച്ച് പറഞ്ഞു, ഈ നേരത്തെ ഉപ്പനെ വിളിക്കണ്ട, 19 വയസ്സായ ഫാദർ പുറങ്ങെയായിരിക്കും, അവിടെ രാത്രി 2 മണിക്കായിരിക്കും സമയം ഉണ്ടാവും, വിളിക്കണ്ട. പക്ഷെ ഭർത്താവ് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. ഇത് ഭയങ്കര സീനാണ്. ഈ സമയം എൻ്റെ ഉപ്പാനും മനസ്സിൽ വിളിപ്പിച്ചില്ല. അത് ഭർത്താൻ അത് തെറ്റാണ്. വളരെ ചെറിയ വിഷയമാണ്. കുട്ടി സോക്സ് ഇട്ടത് പ്രശ്നം. അത് പിന്നെ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു. നമ്മൾ ചെയ്യുന്ന കാര്യം, അടുക്കളയിൽ പോയി പത്രി കൊടുത്തു, ഇതെങ്ങാനും വാപ്പച്ചി പറഞ്ഞാൽ കൊല്ലുന്നാണ്. കുട്ടികൾ കാടി പന്നിട് വന്നു. ഭർത്താവ് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വിഷയങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നു. നമ്മൾ സെറ്റിലായി. കുട്ടിക്കോ പഠിക്കാൻ കുട്ടി കഴിയില്ലേ? ആ സ്ട്രോക്ക് ആ കുട്ടി അവരുടെ വാപ്പ അറിയാതെ ഫോൺ വിട്ടിട്ട് മനത്തുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ നാസിയയിൽ നിങ്ങൾ കെതിവ വന്നാണ് വാക്കുള്ളത്. അത് വരെ ഉടനെ സമാനി എന്ന് പറയുന്നത് ദൈവം തന്നെ ഉടനെ തന്നെ അതിനെ കാൽപടന്മാരെ കൊണ്ട് പിടിച്ചു കെട്ടണം. അതിനകത്താണ് മോഡിഫിക്കേഷൻ എൻവയോൺമെന്റ് സൈക്കിളുകളാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അഡിഷൻ അഷ്റഫ് സാറെ ക്ലാസ് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഒരിക്കലും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടിരിക്കാനും അതുപോലെ ചിന്തിക്കാനൊക്കെ നല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ. നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ വന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. അതുപോലെ റെസ്റ്റ് റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വളരെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തിണക്കി നമുക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാറിന് എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നൽകേണ്ട നല്ലൊരു കൈയടിയും അദ്ദേഹത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാം. താങ്ക് യു സർ. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇനി നന്ദി പറയുന്നതിന് വേണ്ടി ഹാരിസ് നസീറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം നസീർ. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ഒരു സദസ്സിന് നന്ദി പറയുക എന്നുള്ളതാണ്. സമയം ഒരുപാട് വൈകി. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ഇച്ചാപ്പാക്കും, പിന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കാക്കും, കൂടെ പൂച്ചാക്കാക്ക് ആദി അക്ക് സ്വാഗതം പറഞ്ഞ നമ്മളെ റൈവാക്ക, പിന്നെ നമ്മളെ കാരണം വെച്ചാൽ അവരാണ് ഇനി ഇവിടുന്ന് ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. അവർക്ക് നന്ദി പറയുന്നു. കൂടെ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, എൻ്റെ സഹപ്രവർത്തകര്, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. MD അഹമ്മദ് പൂവിൽ സാറിനെ വേദിയിലേക്ക്, മാനേജിംഗ് ഡയറക്ടർ, വേദിയിലേക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം സാർ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അബ്ദുൾ ലത്തീഫ് സാർ, വേദിയിലേക്ക് നമുക്ക് നല്ലൊരു കൈ കൊടുത്ത് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലത്തീഫ് സാർ. ഇനി നമുക്ക്
വേദിയിലേക്ക് വരേണ്ടത് 10 വർഷം പൂർത്തിയാക്കിയ സ്റ്റാഫുകളിൽ ആദ്യമായിട്ട് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന അബ്ദുൾ റഹീം ടി. അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിന്റെ ഫാമിലിയും കൂടെ നമ്മുടെ വേദിയിലേക്ക് വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പ്ലീസ് വെൽക്കം അബ്ദുൾ റഹീം ടി. വേദിയിലേക്ക് ഫാമിലി അടക്കം വേദിയിലേക്ക് വരണം. അഭിമാനത്തിന്റെ 36 വർഷം പിന്നിട്ട മജസ്റ്റിക് ജ്വല്ലറിയുടെ സ്റ്റാഫ് അംഗം കൂടിയായിട്ടുള്ള അബ്ദുൾ റഹീം ടി ആൻഡ് ഫാമിലിയാണ് വേദിയിൽ എത്തിയിട്ടുള്ളത്. അവർക്കുള്ള മൊമെന്റോ നൽകുകയാണ്. നല്ലൊരു ക്ലാപ്പ് നമുക്ക് എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ആദരം നൽകി അനുഗ്രഹിക്കാം. മജസ്റ്റിക് ഗോൾഡ് ജ്വല്ലറിയുടെ പവിത്രമായിട്ടുള്ള ഈ ഒരു ശുഭ സമയത്ത് സ്വീകരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അബ്ദുൾ റഹീം ആൻഡ് ടി ഫാമിലി. നെക്സ്റ്റ് നമ്മുടെ ഫാമിലി ഇനി നൽകുന്നത് കുടുംബത്തിലുള്ള ഒരു ആദരവാണ് നൽകുന്നത്. ലത്തീഫ് സാറാണ്. നമുക്ക് ആ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കാം. തീർച്ചയായിട്ടും അബ്ദുൽ അഹദ് സി കെ 22 വർഷമായിട്ട് അവരെയും അവർ ഫാമിലിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ അഹദ് സി കെ അവർക്കുള്ള മൊമെന്റ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാഫുകളെ വിളിക്കുമ്പോൾ അവരുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും എല്ലാ മെമ്പേഴ്സും കൂടെ നമ്മുടെ വേദിയിലേക്ക് എത്തണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇപ്പോൾ അബ്ദുൽ അഹദ് സി കെ 22 വർഷമായിട്ട് നമ്മുടെ മെജസ്റ്റിക്കുള്ള ഒരു സ്റ്റാഫാണ്. അവർ കുടുംബത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാറിന്റെ ഫാമിലി ഒന്ന്. മെജസ്റ്റിക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള 10 വർഷത്തിന് മുകളിൽ എല്ലാ സ്റ്റാഫുകൾക്കും അവിടെ നിന്ന് ഒരുപാട് ഐറ്റം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഏകദേശം ഹാള് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മൾ സാവകാശം മേടിച്ച് അതേ നമുക്ക് സീറ്റൊക്കെ കിട്ടി അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. എന്നതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ ഐസ്ക്രീമും കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ വെറൈറ്റി ആയിട്ടും കേക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ജസുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അമ്മയും കൂടെ മോനെ കെട്ടിപ്പിടിച്ചമ്മ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ രാവിലെ തന്നെ ബസ്സിൽ നിന്ന് വിഷയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ നമ്മുടെ ഹോളിലേക്ക് തന്നെ പോയി നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. മുത്തിൻ ഹരിമല കൊടുക്കവുന്നേ പെടുത്ത മുഹമ്മദ് ഒരുതന കാട്ടിയാൽ എന്തും യാ ബഹുമാനേ.
ഉപഹാരമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ നൽകിക്കൊണ്ട് മാതൃകയാവുകയാണ് മെജസ്റ്റിക്. ഇന്നത്തെ ഒരു ദിവസം ചരിത്രത്തിന്റെ താളങ്ങളിൽ രേഖപ്പെടുത്തുന്ന സുന്ദര നിമിഷമായി മെജസ്റ്റിക്. ഒരു ഫോട്ടോ സെഷനാണ്. എല്ലാവരും റെഡിയായിട്ട് നിന്ന് എല്ലാവരും മുന്നോട്ട് വരിക. അങ്ങനെ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു, ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഐസിന് ഇതേ അയാൻക്കൊരു ലഞ്ച് ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പാട്ട് പാടിയതിൽ. അപ്പോൾ അത് ഐസിൻക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് കേട്ടോ ഐസി നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ക്യൂ തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കടികൾ നമ്മൾ മേടിച്ച് നേരെ നമ്മൾ ടേബിളിൽ പോയിരുന്നു കേട്ടോ. ഇനി ചായ കുടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പാർക്കിലോട്ട് പോവാൻ. പാർക്കിൽ പോയി അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടത്ര. അപ്പോൾ അതൊക്കെ പോയി കണ്ടും അതിലൊക്കെ എൻജോയ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് മുകളിലോട്ട് തന്നെ കയറണം കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ ചാവടി കഴിഞ്ഞ് നേരെ താഴോട്ട് എല്ലാവരും ഇറങ്ങി. ഇനി നമ്മൾക്ക് വണ്ടിയിൽ പോകണവർക്ക് താഴോട്ട് വണ്ടിയിൽ പോവാം, അതെല്ലാം നടന്ന് പോകണവർക്ക് നടന്ന് പോവാം കേട്ടോ. ഞങ്ങൾ പോയത് വണ്ടിയിലായിരുന്നു. കാരണം നമ്മളിങ്ങോട്ട് വരുന്ന ടൈമിലും കയറിയിട്ടാട്ടോ വന്നത്. എന്താ പറയുക, കയറ്റം കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നടന്ന് പോകല, കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 2 പാർട്ടായിട്ടാട്ടോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് എന്താ പറയുക, കുട്ടികൾ കളിക്കാനാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് മാത്രമല്ല കേട്ടോ, ഓരോ പേഴ്സണും ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും നമുക്ക് കയറട്ടെ. ടിക്കറ്റ് വെച്ച് നമുക്ക് എല്ലാത്തിലും കയറാം. അതിലും നമുക്ക് എക്സ്ട്രാ ഒരു ക്യാഷൊന്നും കൂടെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഐസി പാമ്പ് വരൂട്ടാ.
മുസിയെ വേണ്ട വാ, അവിടെ ആരുമില്ല ഇനി.
ഇവിടെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് തന്നെ കാണണം. നല്ല അടിപൊളിയാട്ടോ ഈ പാർക്ക്, അതുപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള ഐറ്റംസ് ആയിക്കോട്ടെ, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഈ കുതിര സവാരിയിൽ നമ്മളെല്ലാവരും വരുന്നുണ്ടായിരുന്നു. എല്ലാവരും പക്ഷേ ആർക്കൊക്കെ വന്നിട്ടും ചിക്കൻ പറഞ്ഞ ദുപ്പിമ്മ ഉണ്ടായിരുന്നു, ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, നിഷ, ഫെബി, ഫാസ്യാത്ത, ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജയമോള്, ഇസമോനൊക്കെ നമ്മൾ ഈ ഒരു ഇതിലാണ് നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ മക്കളെ. കാരണം എല്ലാത്തിലും നമുക്ക് ഒരുമിച്ച് മക്കൾക്ക് കയറാൻ പറ്റൂല, ടൈം ഒന്നാമതില്ല, നമുക്കുണ്ടായിരുന്നില്ല. 9 മണി വരെ പാർക്കുള്ളൂ. പക്ഷെ അതിന് മുന്നേ നമുക്ക് നമ്മൾ റിസോർട്ടിലെത്തണം, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇതും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബോട്ട് സർവീസിൽ പോകുന്നത്. നമ്മൾ ഇതിലൊക്കെ പോയിട്ടുണ്ട്, എന്താ പറയുക, വഞ്ചിലും പോയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഹൗസ് ബോട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, പക്ഷേ ഈ ഒരു ഇതിൽ ഇതേപോലെ ചവിട്ടി പോകുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളെ മക്കൾക്കൊക്കെ കുഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡായ്സുമോനക്ക് മോനേക്കാൾ വലിയ ജാക്കറ്റാണ് സത്യം പറഞ്ഞാൽ കിട്ടി. നമ്മൾ ഫാസ്റ്റ് നാസറാക്കി ജസുമോനും ഇവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവരിങ്ങനെ അത് ചവിട്ടണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളാണ് സത്യം പറഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെ ചവിട്ടൽ തുടങ്ങിയപ്പോഴല്ലേ ഒരു ഭാഗത്തേക്ക് പോണ് അതിന് കാല് വേദനിച്ചിട്ട് കാലിങ്ങനെ ടൈറ്റായി പോകും. നല്ല വേദനയായിരുന്നു കേട്ടോ കാല്. നമ്മളിങ്ങനെ അതിങ്ങനെ തിരിക്കുന്ന ടൈമിൽ അയാളാണെങ്കിൽ ഇതേ വെള്ളത്തിൽ കയറ്റി കളിക്കുമായിരുന്നു. ഇതിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഏത് ലെവലിലോട്ടാണ് തിരിക്കേണ്ടത് എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിക്കണതിനനുസരിച്ച് അറിവ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ചവിട്ടി ലാസ്റ്റ് കൂടുതൽ നേരം നമ്മൾ അതിൽ കളിച്ചില്ല. കാരണം അത് കാലിട്ട് തീരെ വെയ്യായിരുന്നു. നമുക്കിങ്ങനെ അതിലിങ്ങനെ കൂടുതൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്തോടന്ന് കയറി ഇനി നേരെ നമ്മൾ പോവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ് ഒരുമിച്ചാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് കയറി മേലോട്ട് പോയത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം എല്ലാ ഒരു ഇതിലും നമ്മൾ കയറി ഇറങ്ങി പാർക്കിലുള്ള. ഇങ്ങനെ നമ്മൾ തിരിച്ചതേ നേരെ നമ്മൾ റിസോർട്ടിലോട്ട് പോവുകയാണ്. കുറേ പേരൊക്കെ റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടൈമാണ് കുറച്ചും കൂടെ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ബസ് ഉണ്ടായിരുന്നു. അതിലാണ് എല്ലാവരും, അതുപോലെ കുറച്ച് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും അതേ റിസോർട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് മക്കളൊക്കെ മാറ്റി കൊടുത്തു. കാരണം കുറച്ചും കൂടെ മക്കൾക്ക് എന്തായാലും ഉറങ്ങിപ്പോവും യാത്രയിൽ. അപ്പോൾ അവർ ഒന്ന് മേലൊക്കെ കഴുകി മാറ്റി കൊടുത്തതിന് ശേഷം അതേ ഞങ്ങളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ടീമിനെ അവിടുന്ന് ബസ് താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇരുടായതുകൊണ്ടാണ് എല്ലാവർക്കും ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ കുറേ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെടുത്ത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നേരെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആ കുഞ്ഞ് ബസ്സിൽ അവിടെ ചെറിയൊരു ബസ് ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ തന്നെ. അപ്പോൾ അതിൽ കയറി നേരെ താഴോട്ട് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ യാത്ര തിരിച്ച് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തിരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തെങ്കിലും എല്ലാവർക്കും നല്ല ഉറക്കിൻ്റെ മൂഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ പൊതുവെ എങ്ങനെയാണല്ലോ ടൂർ പോകുമ്പോൾ ഭയങ്കര നല്ല ഉറക്കമാവില്ല. അങ്ങനെ ചെയ്താൽ ഓരോരുത്തർ നല്ല ഉറങ്ങുന്ന ടൈമാണ്. അങ്ങനെ വീട്ടിലല്ല നമ്മുടെ തിരൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരൂർ നല്ല കാറിട്ട് നേരെ വന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ ടാറ്റാ.